I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Malayalam. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, യേശുവിൻ പിൻപേ പിന്മാറാതെ പിന്മാറാതെ. നിങ്ങളുടെ പേരൻസിനോട് പറഞ്ഞേ, കർത്താവിന് എത്ര ശിഷ്യന്മാരുണ്ട്? എത്ര പേരുണ്ട്? ആരൊക്കെയാണ്? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, ആരെയായിരുന്നു? ഉദ്ധാരന്മാരായ യാക്കോബ്, സബദിയുടെ യാക്കോബ്, യൂദ, കർത്തായി. നമുക്കൊന്നും ചെന്ന് പാടാം. There are 12 disciples Jesus called to serve him. Simon, Peter, Andrew, James, his brother John, Philip, Thomas, Matthew, James, the son of Alphaeus, Thaddeus, Simon, Judas, and Bartholomew. നിങ്ങൾ ഒരാളുടെ പേര് മാത്രം പഠിക്കണം. ഞാൻ ബാക്കി 11 പേരുടെ പേര് പറയാം. അവസാനത്തെ ആളുടെ പേരാണ് ബർത്തലോമയോ. ബർത്തലോമയോ പറഞ്ഞിട്ട് നിർത്തണ്ട, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. There are 12 disciples Jesus called to serve him. Simon, Peter, Andrew, James, his brother John, Philip, Thomas, Matthew, James, the son of Alphaeus, Thaddeus, Simon, Judas, and നിങ്ങളുടെ പാടില്ല, അവർ പാടും. അവസാനത്തെ ബർത്തലോമയോ ഓർക്കും പോലെ Bartholomew. Bartholomew നിർത്താതെ പാടാം. There are 12 disciples Jesus called to serve him. Simon, Peter, Andrew, James, his brother John, Philip, Thomas, Matthew, James, the son of Alphaeus, Thaddeus, Simon, Judas, and Bartholomew. എല്ലാ ദിവസവും പള്ളി വരണം, ശരിയല്ലേ? ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്? അല്ല, എല്ലാ ദിവസവും പള്ളി വരണം. പള്ളിയിലിടയിൽ ഇവിടെ വന്നിരുന്നോ? ഇത് നിങ്ങളുടെ സീറ്റാണ്. അച്ഛൻ പള്ളിക്ക് പറഞ്ഞാൽ വിളിക്കുന്നോ? നിങ്ങളുടെ സീറ്റാണ്. എന്ത് പള്ളിയിൽ മുമ്പിക്കാണ്. ഞാൻ മലേഷ്യയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ, ഒരു പള്ളിയിൽ ചെന്നപ്പോൾ 78 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഫ്രണ്ട് സീറ്റിലിരിക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ ഇത് പിള്ളേരുടെ സീറ്റാണല്ലോ, അപ്പച്ചൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ പള്ളിയുടെ പുറകിലായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, യുവർ സീറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ഫ്രണ്ട് വ്യൂ. മുമ്പിലത്തേക്ക് ബെഞ്ചിൽ പോയി ഇരുന്നോണം, അല്ലെങ്കിൽ വഴക്കുണ്ടാകും പറഞ്ഞു. 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു. സോ ഐ ഓൾവേസ് സിറ്റ് മൈ സീറ്റ് ഓൺ ദ ഫ്രണ്ട് വ്യൂ ഓഫ് ക്ലാസ്. എന്ത് പള്ളിയാണ്! നിങ്ങളെ കണ്ടോട്ട് വേണം ഞങ്ങൾക്ക് ആരാധിക്കാൻ, പ്രസംഗിക്കാനൊക്കെ. നിങ്ങളെല്ലാം ക്രിസ്ത്യാനല്ലോ. പള്ളിയിൽ ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം എന്താണ്? എന്താ സങ്കടം? പള്ളിയിൽ പിള്ളേരില്ല. ഞങ്ങൾ തിരിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത് പറയുമ്പോഴും പിള്ളേരില്ലാത്ത ദുഃഖമാണ്. വീട്ടിൽ പിള്ളേരില്ലെങ്കിൽ എന്ത് ദുഃഖമാണ് നിങ്ങളുടെ പേരൻസിന്? അതുകൊണ്ട് പള്ളിയിൽ നിങ്ങളില്ലെങ്കിൽ പള്ളിയിലെ അച്ഛനും തിരുമേനിക്കൊക്കെ ദുഃഖമാണ്. എല്ലാ ദിവസവും പള്ളിയിലാണ്. പള്ളികളിൽ പ്രാർത്ഥന നല്ല ചിട്ടയായിട്ടിരിക്കും, നല്ല അച്ചടക്കത്തോടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കൈകൂപ്പിക്കൊണ്ടിരിക്കും. അങ്ങനെ പള്ളി വരുമ്പോൾ നല്ല മക്കളായി മാറാൻ അതിനുവേണ്ടിയാണ് നിന്നത്. ഇന്നെന്തിനാ പ്രത്യേകത എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് സെക്കൻഡ് പുരോഹിതന്റെ യേശു പ്രത്യക്ഷനായ ദിവസം. ഇന്ന് ആദ്യ കുർബാനയുള്ള ദിവസം അല്ലേ? ഇന്ന് പള്ളിയുടെ പ്രധാനം
പള്ളിയുടെ തന്നാലുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പള്ളി. നിങ്ങൾ പള്ളിയിൽ വളരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നല്ല മക്കളായി ഈ പള്ളിയുടെ ഉടമകളായി തീരാൻ നോക്കണം. നിങ്ങൾക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും വന്നതിന് സന്തോഷം. നിങ്ങൾ ഇത്ര പിള്ളേരെ കാണുമെന്ന് ഞാൻ മുട്ടായിട്ട് വേണം വന്നേനെ. അടുത്ത പ്രാവശ്യമാട്ടെ. ശരി. ഒരു പള്ളിയുടെ പ്രധാനം ഉണ്ടാകുമ്പോൾ നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കേണ്ടിയിരിക്കും. നിങ്ങളുടെ പൂർവികരെയൊക്കെ ഓർക്കേണ്ട ദിവസമാണ്. 71 വർഷം മുമ്പ് മാർത്തോമാ സഭയിൽ ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളത് പുഷ്കരമായ ദാരിദ്ര്യം, യുദ്ധം, ലോകമഹായുദ്ധം അതെല്ലാം കഴിയുന്നത് പള്ളി പിരിഞ്ഞിട്ടുള്ള കാലം, ഒരു പള്ളി വെക്കാനുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തിക ക്ലേശം. എന്നാലും കർത്താവിനുള്ള വലിയ വിശ്വാസം ഉണ്ടായിരുന്ന നിങ്ങളുടെ അപ്പനമ്മമാർ, അവരുടെ വലിയ പ്രാർത്ഥന കൊണ്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം. അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ പള്ളിയിലിരിക്കുന്നത്. അവരെല്ലാവരും പരമാർത്ഥികളായതുകൊണ്ടാണ് നിങ്ങൾ. അവർ ഇടവചനം ഉണ്ടാകുമ്പോൾ പൂർവികരാജ്ഞ മാതാപിതാക്കളെ ഓർക്കുന്ന ദൈവത്തിന് നന്ദി പറയാം. അവരെല്ലാവരും ഓർക്കണം. ഓർക്കാതിരിക്കുന്നത് മർമ്മന്മാരുടെ രീതിയാണെന്ന് ധാരണയുണ്ട്. ഒരിക്കലും ശരിയല്ല. അതൊരു ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളുടെ പൂർവികരുടെ നന്മകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഈ മക്കളെല്ലാവരും ആ പൂർവിക നന്മയിൽ വളർത്താൻ നിങ്ങൾ വെറുതെ ശ്രദ്ധരായിരിക്കും ചെയ്യുന്ന മതം ശ്രമിക്കുന്ന എല്ലാം അടിസ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഈ പ്രദേശങ്ങളിൽ. അവിടെ നല്ല സാക്ഷ്യമുള്ള ഇടവുകളാണ് നിലനിൽക്കുന്നത്. ഇവിടുന്നാണ് ധാരാളം വൈദികരെ ഈ ശ്രമിക്കുന്നുണ്ട്. ഓർക്കുന്നു. പ്രായാധികമുള്ള അച്ഛൻ ഓർന്നില്ല. അതുപോലെ പുതുതായി മക്കളുള്ള എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയണം. നിങ്ങളുടെ മക്കൾ പുതുതായി വൈദികരാകാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. വൈദികരായി ദൈവിക സന്ദേശം ലോകത്തിന് കൊടുക്കാനുള്ള ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, പ്രവർത്തനത്തിലേക്ക് സഭയെ മുഴുവൻ കൊണ്ടുപോകാൻ നിൽക്കണം. പുതിയ തലമുറ, പുതിയ വൈദികർ ഈ പള്ളിയിൽ ഉണ്ടാവണം. ഞാനിവിടെ വന്നിട്ട് ജനുവരി മാസത്തിൽ ചേർന്നിട്ടാണ് 130 പള്ളിയാണ് നമുക്കുള്ളത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ മുടങ്ങിപ്പോയി. എന്നാൽ മറ്റു പല സന്ദർഭങ്ങളും ഞാനിവിടെ വന്നിരുന്നു. ഈ മദ്രാസത്തിലെ ഏറ്റവും നല്ല വലിയ പള്ളികളൊന്നാണ് സെന്റ് ജോർജ് പള്ളി. എന്നാൽ അത്ര മിടുക്കരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ചയിലാണ്